ദുൽഖറിനെ പോലത്തെ ഒരാള് ഈ ഒരു സിനിമയില് കേരളത്തിന്റെ റൈഡിങ് അല്ലെങ്കിൽ റേസിംഗ് കൾച്ചർ ഇതുപോലെ ഇവോൾവ് ചെയ്തു വരാൻ സിനിമ നല്ലൊരു ഘടകമായിരുന്നു. അന്ന് ശരിക്കും നേരത്തെ പറയേണ്ടത് നീലാകാശവും അതുപോലെ ബാംഗ്ലൂർ റേസ് ഒക്കെ സ്വാധീനിച്ചു. 1000 നന്ദി പറയാണ് അഞ്ജലി മേനോനോട്. ബ്യൂട്ടിഫുൾ മൂവിയാണ് എടുത്തു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ തന്നെ റേസ് അതിന് വേണ്ടി നടത്തി കൊടുത്ത സിനിമകളൊക്കെ ഉണ്ട്. ആ പേരൊന്നും ഏതാണെന്ന് ഞാൻ പറയണല്ല. റേസിനെ കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ റേസ് എടുത്തിട്ട് റേസ് എന്ന് പറയുന്ന സാധനത്തിന് അത്രയും അടിയിലേക്ക് പ്ലേസ്മെന്റ് കൊടുക്കുന്ന സിനിമകളാണ്. റേസേഴ്സ് അങ്ങനെ ഒന്നുമല്ല. ആക്ച്വലി മൈൻഡ് സെറ്റും അവരെ ലൈഫ് സ്റ്റൈലും ഡിസിപ്ലിനും ഒക്കെ നെക്സ്റ്റ് ലെവലാണ്. ചില സിനിമകളിൽ ബാഡ് ബോയ്സ് ആയിട്ട് കാണിച്ചിട്ട് ഈ സാധനത്തിന്റെ പ്ലേസ്മെന്റ് അങ്ങനെ അടിയിലേക്ക് കൊടുക്കുക, അതെല്ലാം സത്യത്തിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് അഞ്ജലി മേനോൻ ദുൽഖറിനെ വെച്ചിട്ട് ഈ സിനിമ കൊണ്ടുവരുമ്പോൾ ദുൽഖറിനെ പോലത്തെ ഒരാള് ഈ ഒരു സിനിമയിൽ നല്ലൊരു കഥാപാത്രം ചെയ്യണം. അത് റേസർ ആണെന്ന് പറയുമ്പോൾ റേസർ എന്നുള്ളത് ഇതാണെന്നുള്ളൊരു പ്ലേസ്മെന്റ് ആണ്. അവൻ ഈ പറയുന്ന കച്ചറല്ല, അവന്റെ മൈൻഡ് സെറ്റ്, അവന്റെ വേഗത, അവന്റെ ഡിസിപ്ലിൻ, അതെല്ലാം ഇതിൽ ആളുകൾക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റി. സോ ദാറ്റ് ഗേവ്സ് us ഓക്കെ, നമ്മളൊക്കെ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു സാധനം നമുക്ക് വന്നു. അപ്പൊ ഇത് കുറെ ആളുകൾക്ക് ഇൻസ്പയർഡ് ആയി. ഇതൊന്നും ചെയ്യണം, അല്ലെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സിൽ ചാടിക്കുന്നുണ്ടല്ലോ അവസാനത്തെ ലാപ്പിൽ. ഇത് നമ്മളെ ഒട്ടുമിക്ക റേസിൽ നടക്കുന്ന ഇൻസിഡന്റ് ആണ്.